ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് ഇന്നും നമുക്ക് ഓട്ടടയാണ്. ഓട്ടടയും മുട്ടക്കറിയാണ് കേട്ടോ. അപ്പം മുട്ടക്കറി ഞാൻ അതെങ്ങനെ ഉണ്ടാക്കുന്നത്, സവാള, തക്കാളി, പച്ചമുളക്, പിന്നെ കറിവേപ്പിൻ്റെ എല്ലാം 2-3 അല്ലി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം മസാല ഒക്കെ ഇട്ടിട്ട് വറുത്ത് വെച്ച തേങ്ങയൊക്കെ ഞാൻ കുറച്ച് വറുത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് കറി ഉണ്ടാക്കണ എന്തിനാ. അപ്പോൾ അതേ തേങ്ങയും വറുത്തു. പിന്നെ നമ്മൾ മസാല ഇട്ടുകൊടുത്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒക്കെ ഒരു പിഞ്ച് മതി കേട്ടോ. കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. എല്ലാം കൂടി മിക്സിയിലിട്ട് ഒറ്റടി. പിന്നെ അതേ കടുകൊക്കെ പൊട്ടിച്ച് നമ്മളെ മുട്ടക്കറി സെറ്റ്. മുട്ടൊക്കെ പൊങ്ങിയിടണം കേട്ടോ. പിന്നെ അതേ ഓട്ടട അങ്ങനെ നമ്മൾ ചാടി ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് എന്നത്തെ പോലെ ചോറുണ്ടാക്കുക. പിന്നെ ചോറിനൊന്ന് മത്തനും മമ്പയറും ആയിട്ടുള്ളൊരു ഉപ്പേരി മാറ്റൊരു സാധനം. ഉപ്പേരി തന്നെയല്ലേ പറയുക, തേങ്ങ ഒക്കെ ഇട്ട് അങ്ങനത്തെ ഒരു സാധനമാണ് കേട്ടോ. പിന്നെ കറി നമ്മുടെ സ്വന്തം തക്കാളി താളിപ്പ്. നമ്മളിതിന് താളിപ്പ് എന്നാണ് പറയുക. ഇതിന് വേറെ നാട്ടിൽ വേറെ പേരുണ്ടോ ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഇത് വേറെ നാട്ടിലൊന്നും ഇല്ല എന്ന് തോന്നുന്നു. ഞാനത് പറയാൻ കാരണം നമ്മളടുത്തുള്ള കുട്ടികൾക്കൊന്നും ഈ തക്കാളി താളിപ്പ് എന്താ, മുരിങ്ങ താളിപ്പ് എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ഞാൻ കുഞ്ഞുള്ളി പച്ചമുളകും നന്നായിട്ട് വഴറ്റി ഈ കളറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 തക്കാളിയും കൂടെ ഇടുക. പിന്നെ ഒന്ന് മൂടി വെച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അതിന് ശേഷം കുറച്ച് മാത്രം മുളക് പൊടി ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇത് കഞ്ഞിവെള്ളത്തിലാണ് ഉണ്ടാക്കുന്നത്, അല്ല പച്ചവെള്ളത്തിലൊന്നുമല്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കഞ്ഞിവെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് തോന്നുന്നത് എന്ത് കറി, എങ്ങനെ വെള്ളക്കറിയാണോ എന്ന്. ഇപ്പം രസമൊക്കെ കൂട്ടുമ്പോൾ എന്ത് കറിയാണ്, അങ്ങനെ ഒരു കറി ഇത്. പക്ഷേ ചോറിന് നല്ല ടേസ്റ്റാണ് കറി. പപ്പടം ഇതും കൂടെ ഉണ്ടെങ്കിൽ നല്ല അസലായിട്ട് നല്ല സൂപ്പറായിട്ട് ചോറുന്നാൽ. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ള കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ കേട്ടോ. വറ്റി എന്ന് പറഞ്ഞാൽ നല്ലോണം വറ്റിക്കണ്ട, ആവശ്യാനുസരണം വറ്റിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ കറി ഇവിടെ സെറ്റാണ്. ഇനി ഇത് ചൂടാറി കഴിഞ്ഞാൽ ഒരു ചുവപ്പ് കളറൊക്കെ വരും കേട്ടോ. ഇപ്പം ഇങ്ങനെയൊക്കെ തോന്നും, കണ്ടോ, ഒരു വെള്ളക്കറിയാണ്. അപ്പോൾ ഇന്നത്തെ കറിയും വിശേഷങ്ങളൊക്കെ അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കും. ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ കാണാം. ടാറ്റാ.